ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാമ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ഹലുവ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മാമ്പഴ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. ഒരു ബൗളിലോട്ട് 250 ml കപ്പിന് 1 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് നമുക്ക് മൈദയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹലുവ ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അടികട്ടിയുള്ള കടായി എടുത്തിട്ടുണ്ട്. ഹലുവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടികട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം കടായിലേക്ക് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നാരുള്ള മാങ്ങയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഹലുവ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നാരൊന്നുമില്ലാത്ത മാങ്ങയാണ്. കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റായി ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗത്ത് ഊറി നിൽക്കും. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മിക്സ് മാങ്ങയുടെ മിക്സുമായി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കോൺഫ്ലോർ ആയതിൻ്റെ പേരിൽ തന്നെ ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സമയം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ കുറച്ച് സമയം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മിക്സ് ഒന്നുകൂടി അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് കൂടുതൽ ചേർക്കുമ്പോഴാണ് ഹലുവക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇളക്കിയെടുക്കാം. ഇനി ഇത് പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന പരുവത്തിലായി കിട്ടണം. അതുവരെ നമുക്കിത് കുറച്ച് സമയം കൂടി കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് ആയി കിട്ടാനുണ്ട്. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് പാനിനൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഹലുവ പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട് നുറുക്കിയതും അതുപോലെ തന്നെ കുറച്ച് ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തെള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹലുവ കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം.
ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാത്രം നമ്മൾ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ ഇതേപോലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നെയ്യൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളും അതുപോലെ തന്നെ കാഷ്യൂ നട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെയുള്ള പാത്രം എടുക്കണമെന്നില്ല, നമ്മളെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം നല്ല പോലെ ഒന്ന് ഷേപ്പാക്കണമെങ്കിൽ കുറച്ച് നെയ്യ് സ്പൂണിൻ്റെ വേക്കിൽ തടവിയിട്ട് ഒന്ന് നിരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹലുവ ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഒന്ന് കൈവച്ചൊന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ള ഹലുവയാണ്. ഇനി ഇത് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഹലുവയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമായാലും ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നല്ല അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.